2025 ഒരു ദിവസം പ്രതിദിനം നമുക്ക് 2.64 ലക്ഷം പാലാണ് നമ്മളിപ്പം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ വർഷം 2.83 ലക്ഷം പാലാണ് എറണാകുളം മേഖല. എന്നാൽ മലബാർ മേഖലയിൽ 6.71 ലക്ഷം ലിറ്റർ പാല് അവിടെ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ വലിയ വർധനം ഇത്തവണ പാലുൽപാദന രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് 1 ലിറ്റർ പാലിന് 34.72 രൂപയാണ് അവർ കൊടുക്കുന്നത്. കർണാടക കൊടുക്കുന്നത് 35.20 രൂപയാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിൽ 43.17 രൂപ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനം എന്ന ഖ്യാതി കൂടി നമ്മുടെ കേരളത്തിനുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2011 സെപ്റ്റംബർ 1 തീയതി ഇത്ര നമ്പർ കേസിന്റെ ഉത്തരവ് പ്രകാരം പാൽവില വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരം മിൽമയ്ക്കാണ് വ്യക്തമാക്കിയിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലെ പാൽ അധികമായിട്ടുള്ള സാഹചര്യത്തിൽ അവിടുന്ന് ധാരാളം പാല് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്ഷീരവിപണിക്ക് ഭീഷണിയാക്കുന്നതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് പാൽവില വർധനവ് സംബന്ധിച്ച് രൂപീകരിച്ച 5 അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടും ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള പാൽവില വർധനവ് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മിൽമ അധികം വൈകാതെ സ്വീകരിക്കുന്നതാണ്.